അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിരിക്കണം കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്യണം തോന്നിയിട്ടുണ്ടോ? പിന്നെ എത്ര മനുഷ്യന്മാർക്കല്ലേ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ഞാനിപ്പോൾ തന്നെ മരിച്ചു പോയിരുന്നെങ്കിൽ, ജീവിതം മടുത്തുപോയി എന്നൊക്കെ പറയുന്നവർ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? കൽബിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ദിക്റില്ലാത്തത് കൊണ്ടാണ്. ആ ദിക്ർ കൽബിലില്ലെങ്കിൽ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ആ ദിക്ർ കൽബിലില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകരും, നമ്മുടെ കുടുംബം തകരും, എല്ലാം തകരും. ദുനിയാവ് തകരും, ആഖിറം തകരും, സർവ്വസ്വവും തകർന്ന് തരിപ്പണാകും. അപ്പോൾ ഏതാണ് ആ ദിക്ർ? നമുക്കൊന്ന് പഠിക്കണ്ടേ? ലോകത്താരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ അവരൊക്കെ ഈ ദിക്ർ കൽബിലില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിലേക്ക് ശൈത്താൻ നമ്മൾ എത്തിക്കും. അള്ളാഹു അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ആ വിഷയം നമുക്കൊന്ന് പഠിക്കാം. പിന്നെ ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ 2 കുടുംബങ്ങളെയാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 2 കുടുംബങ്ങളെയാണ് റിലീഫ് പദ്ധതിയിലേക്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് അല്ലേ? അവരുടെ പ്രയാസങ്ങളെല്ലാം നീക്കി കൊടുക്കട്ടെ. ഒന്ന് ഒരു പെൺകുട്ടിയുടെ വിവാഹമാണെങ്കിൽ, മറ്റൊന്ന് ഒരു ഉസ്താദിൻ്റെ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലേക്ക് ഹദിയ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സങ്കടങ്ങളെല്ലാം തീർത്തു കൊടുക്കട്ടെ, പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കട്ടെ. ഈ പരിശുദ്ധമായ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് യാ റബ്ബി, അവർക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ അവരിലുണ്ടോ അതൊക്കെ നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ. അപ്പോൾ ഇന്നലെ മജ്‌ലിസില്ലാത്ത എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് കേട്ടില്ലേ? സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് നടത്തണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സിലെ മുഴുവൻ ടെൻഷനുകളെയും മാറ്റാൻ, ആകുലതകളെ മാറ്റാൻ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ദിക്ർ ഏതാണെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ ഹൃദയത്തിനകത്ത് ടെൻഷൻ മാറാനുള്ള വഴികളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടോ? 2 വഴികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ. ഏതൊക്കെയായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? 2 പറഞ്ഞ 5000 രൂപ സമ്മാനമുണ്ട്. കമ്മിറ്റിയുടെ വകയല്ല കേട്ടോ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പറയാമോ? 2 വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ടെൻഷൻ ഫ്രീ ആകാനായിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ചു തന്ന 2 മാർഗം. പറയാവോ ആർക്കെങ്കിലും? ക്ലാസ്സിന് കറക്റ്റ് വരായിരുന്നു. ഓർമ്മയുണ്ടോ? ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ടെൻഷന്റെ ഒരു കാരണം ഞാൻ പറയട്ടെ. ഒന്ന് ആർത്തിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നേടാനുള്ള മനുഷ്യന്റെ അത്യാർത്തി അവന് ടെൻഷൻ ഉണ്ടാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതിന്റെ മരുന്നൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. റസൂലുള്ളാഹ് എന്താ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ സംഗതി മാറ്റാൻ വർള ബിമാ ഖസ്സമല്ലാഹു ലക ചകുൻ അഗ്നൻ നാസ്. നിനക്കെന്താണോ മോനെ പടച്ചോൻ തന്നത് അതിൽ തൃപ്തിപ്പെട്ടോ. അതിൽ തൃപ്തിപ്പെട്ടാൽ നീയാണ് ഏറ്റവും വലിയ സമ്പന്നൻ. അംബാനിയേക്കാൾ സമ്പന്നൻ ആരാ? അള്ള തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. എനിക്ക് കിട്ടിയതെന്തോ അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ പറയും ഇങ്ങനെ, അള്ള തന്നതിൽ ഞാൻ തൃപ്തിപ്പെടുകയാണ്. വെറുതെ പറച്ചിലല്ല. കൽബിലാ തൃപ്തി ഉണ്ടെങ്കിൽ അവന് വല്ല ടെൻഷൻ ഉണ്ടാവോ? ഉണ്ടാവോ? അവന്റെ കുഞ്ഞിനെ അള്ള വിളിച്ചു, കുഞ്ഞ് മരണപ്പെട്ട് കിടക്കുന്നു. അവൻ എന്താ പറയുന്നേ? അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എൻ്റെ റബ്ബ് തന്നു, ഞാൻ സ്വീകരിച്ചു. എൻ്റെ റബ്ബ് എടുത്തു, ഞാൻ സ്വീകരിച്ചു. കാരണം അവനാരാ? എൻ്റെ റബ്ബാണ്. ഇവന് വല്ല ടെൻഷൻ ഉണ്ടാവോ? ഇവനെ ഉലയ്ക്കാൻ ഏത് കൊടുങ്കാറ്റിനും പറ്റുമോ? കാരണം അവൻ്റെ ഉള്ളിൽ കിടക്കണത് റബ്ബുൽ ആലമീനിലുള്ള അടിയുറച്ച ഈമാനാണ്. അവനെങ്ങനെയാ തകരുക? അള്ള എന്ത് തന്നോ അതിൽ തൃപ്തിപ്പെടുക, അവനാണ് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹ്. സംഗതി നമ്മൾ രമത്തുകാർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടും സംഗതി കൽബിലേക്ക് വന്നിട്ടുണ്ടോ? എടാ 1 ലക്ഷം കൂടെ കൊണ്ടുവന്നേ, ഞാൻ ഡെയിലി 5000 വെച്ച് ലാഭം തരാം. കേൾക്കേണ്ട താമസം നമ്മൾ മറിച്ചിട്ടാണെങ്കിലും കൊടുക്കും. 2 ദിവസം കിട്ടും, 3-ാം ദിവസം ഹലോ ബെല്ലടിച്ചു, എടുക്കണില്ല. 2ാമത് അടിക്കുമ്പോൾ നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ തിരക്കിലാണ്. 3ാമത് വിളിക്കുമ്പോൾ സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. പടച്ചോനെ മൊയ്ലിയാർ എത്ര പറഞ്ഞതാ അല്ല, നല്ല കാര്യമുണ്ടോ?
നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആർത്തി. ഇപ്പൊ ഈ അൽ മുക്തദിറിനെ പോലുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെ കൊണ്ട് പൈസ കളഞ്ഞ എത്ര മനുഷ്യന്മാരാ. അമിത ലാഭം, ഒരു പരിധിയിൽ കവിഞ്ഞ ലാഭം തരാന്ന് പറയുമ്പോ തന്നെ നമ്മൾ ആലോചിക്കണം 2-3 തവണ. പെടുവോ പഠിച്ചോനെ? ഇത് സംഗതി ഹലാലായ രീതിയിൽ അല്ല എന്ത് തന്നാലും തൃപ്തിയാണെന്ന നിലക്ക് ബിസിനസ് ചെയ്യുന്നവരെ കുറിച്ചല്ലോട്ടെ ഈ പറയണത്. അത്യാർത്തി മൂത്ത് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ല തന്നതിൽ തൃപ്തിപ്പെടാത്ത മനുഷ്യരുണ്ട്. അവർ പെടും. മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പലിശക്കെടുത്തിട്ടാണെങ്കിലും പോകുന്ന ആളുകളുണ്ട്. ഒരു സംഗതി കാണല്ലോ, യംഹുല്ലാഹു റിബ, പലിശ പടച്ചോൻ മായ്ച്ചു കളയും. എന്താ പറഞ്ഞത്? പലിശ പടച്ചോൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞെന്താ? നീ പലിശക്കെടുത്തിട്ട് എന്ത് ചെയ്താലും പടച്ചോനത് തേച്ച് മായ്ച്ചു കളയും. ആധാരം പണയം വെച്ചിട്ടാണ് നീ ഒരു സംഗതി തുടങ്ങിയത്, ആ ആധാരം അല്ലങ്ങ് മായ്ച്ചു കളയും. വീട് ബാങ്കുകാരും കൊണ്ടുപോകും. ഇനി കൊണ്ടുപോയില്ലെങ്കിൽ ആ വീട്ടിൽ സമാധാനം നിനക്ക് ഉണ്ടാവോ? എന്തേ കാരണം? പേടിപ്പിക്കല്ലോ ഉസ്താദ്. ഇത് ഞാനല്ല, സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളാ പറയും. എല്ലാ സംഗതി പലിശയായിട്ട് ബന്ധമില്ലാത്ത എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്താ ഉള്ളത്? ഹറമ റിബ, പടച്ചോൻ പലിശയെ ഹറാമാക്കി എന്നല്ലേ പറഞ്ഞത്. ആ പലിശ കൊണ്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്, ആ പലിശ കൊണ്ടാണ് നമ്മൾ വീട് വെക്കണത്. ആ വീട്ടിൽ നിന്ന് സമാധാനം തരണേ, സമാധാനം തരണേ, സമാധാനം തരണേ ദ്വാരുന്നോണ്ട് കാര്യമുണ്ടോ? അടിത്തറ നന്നായില്ല, പലിശമലായിപ്പോയി. റിബ, ആ പലിശക്കെടുത്തതിനെ ഒന്നുമില്ലാത്തതുപോലെ പടച്ചോൻ അങ്ങ് തേച്ചു മാച്ച് കളയും. സയ്യിദുനാ റസൂലുള്ളാഹ്. പെട്ടുപോയല്ലോ. പിന്നെ ഒരു പ്രതീക്ഷയാണ്. അവനാരാ? കാരുണ്യവാനാ, എന്റെ റബ്ബല്ലേ, അവൻ പുറത്തു തരൂലേ. ഇപ്പൊ പലിശക്കെടുക്കാൻ നിക്കണവനുണ്ടാവും. അല്ല കാരുണ്യവാൻ, അങ്ങനെ എടുത്തിട്ട് നമുക്ക് തൗബ ചെയ്താൽ മതി. ചെന്നു കൊടുക്ക്. അതല്ലാതെ പറ്റിക്കല. ഞാൻ പെട്ടുപോയതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഈ വിഷയം ഇൻസ്റ്റയിൽ ചെയ്യാനൊരു വീഡിയോ ചെയ്തു. എന്താണ്? കല്യാണത്തിന് മുമ്പ് പരസ്പരം ഫോൺ വിളിക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, പ്രേമിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളായിരുന്നു വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ, കല്യാണത്തിന് മുമ്പുള്ള പ്രേമമൊക്കെ ഹറാമാണ്, നിഷിദ്ധമാണ്. കല്യാണത്തിന് മുമ്പുള്ള വിളി ഹറാമാണ്. കല്യാണത്തിന് ശേഷം നിങ്ങൾ പ്രേമിക്കണം. പ്രേമിച്ചില്ലെങ്കിൽ അത് ഹറാമാണ്, അല്ലേ? അപ്പൊ കുറെ ആൾക്കാർ, ഉസ്താദ് ഞങ്ങൾ പെട്ടുപോയി, മുമ്പങ്ങനെ പ്രേമിച്ചു പോയി, എന്ത് ചെയ്യും? ജീവിതത്തിൽ ബർക്കത്തേട് ഉണ്ടാവോ? ഞാൻ പറഞ്ഞു, മോനെ, അല്ല കാരുണ്യവാനല്ലേ, അല്ല കാരുണ്യവാനല്ലേ. നിങ്ങൾ ഒരുമിച്ച് തൗബ ചെയ്തോ, അല്ല എന്ത് ചെയ്യും? അപ്പൊ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ, ഉസ്താദെ ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോ ഏതായാലും തൗബ ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരുത്തിലൊന്നും ഓട്ട് വിട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടൊക്കെ തൗബ ചെയ്യാ ഉസ്താദെ. അതിപ്പോ അള്ളാഹ്ക്ക് നമ്മുടെ കൽബ് അറിയാൻ പാടില്ലേ? ഉസ്താദാണ് കൽബ് നോക്കണ ആള്. ആരാ അവനറിഞ്ഞൂടെ? അപ്പൊ നമ്മുടെ അത്യാർത്തി ടെൻഷൻ ഉണ്ടാക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. അതാണ് ഈ അൽഹംദുലില്ലാഹ്. നമ്മൾ വെറുതെ നിസ്കാരം കഴിഞ്ഞിട്ട് 100 തവണ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ആ സ്ഥാനത്തിലൊന്നും വലിയ കാര്യമില്ല. ആ ചൊല്ലുന്നത് തൃപ്തിപ്പെട്ടിട്ടായിരിക്കണം. നമ്മൾ ചിലപ്പോ കച്ചവടം പൊട്ടിന്ന് വെക്കാം, നമ്മുടെ കച്ചവടം തകർന്നു, അപ്പോഴാണ് ളുഹർ ബാങ്ക് വിളിക്കണത്. എന്റെ റബ്ബ് വിളിക്കാം. ഞാൻ ഓടി വന്ന് നിസ്കരിക്കുമ്പോ ആ നിസ്കാരം കഴിഞ്ഞിട്ടായി ഇരിക്കുന്ന ഇരുത്തത്തിൽ മനസ്സറിഞ്ഞിട്ട് പറയണം, അൽഹംദുലില്ലാഹ്, നീയാണ് എന്റെ കച്ചവടം പൊട്ടിച്ചത്, അൽഹംദുലില്ലാഹ്, നീയാണ് എനിക്കിത് തന്നത്, അൽഹംദുലില്ലാഹ്. അതാണ് അൽഹംദുലില്ലാഹ്. ലാഭത്തിലും പറയണം അൽഹംദുലില്ലാഹ്, നഷ്ടത്തിലും പറയണം അൽഹംദുലില്ലാഹ്. ഇവനെ സമാധാനം ഉണ്ടാവൂ. സയ്യിദുനാ റസൂലുള്ളാഹ്. രണ്ടാമത്തെ കാരണം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഞാൻ അനാഥനല്ല എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അനാഥനാന്ന് കരുതി അവൻ എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. അനാഥനല്ല, എനിക്ക് ആരുണ്ട്? ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ ആരുണ്ട്? എന്റെ റബ്ബുണ്ട്. ഈ ബോധ്യം അവനെ സനാതത്വ ബോധത്തിലേക്ക് എത്തിക്കും. അവൻ തനിച്ചെല്ലാം തിരിച്ചറിയും, അല്ലേ? നമ്മളെപ്പോഴും പറയാറില്ലേ, മൂസാ നബിയുടെ പിന്നിൽ ആരുണ്ട്? ഫിർഔനും കൂട്ടരും ഉണ്ട്. മുമ്പിൽ എന്താ ഉള്ളത്? ഇതാണ് ചെകുത്താന്റെയും കടലിൽ ഇടയിൽ പെട്ടൽ എന്നൊക്കെ പറയണോ അല്ലേ? രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? ഒറ്റപ്പറച്ചിലാണ്, ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ നാഥനുണ്ട്. കടല് രണ്ടായി മാറിയുന്നു. 2 മലകൾ പോലെ കടലങ്ങ് മാറി. മൂസാ നബി ഒരു ഹൈവേയിൽ നടന്നോണോലൂടെ, അത് മൂസാ നബിയും കൂട്ടരും അങ്ങ് നടന്നുപോയി. ടെൻഷൻ ഉണ്ടോ അവർക്ക്? പടച്ചോൻ കൂടേണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടോ? ഇനി പടച്ചോൻ കൂടേണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആള് എന്റെ തല വേണമെങ്കിലും വെട്ടിക്കോട്ടെ, അതെന്റെ റബ്ബിന്റെ വിധി, അൽഹംദുലില്ലാഹ്. ഇതാണ് നബിമാര് കാണിച്ചെന്ന വഴി, ഇതാണ് സ്വാലിഹ്യങ്ങൾ കാണിച്ചെന്ന വഴി. അവിടെ എത്താത്തിടത്തോളം നമുക്ക് ടെൻഷനാണ്, നമുക്ക് സമാധാനം കിട്ടൂല. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹ്. അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ മോനെ ആരും വേണ്ട, ഒരു മന്ത്രിയും വേണ്ട, ഒരു MLA വേണ്ട, കുടുംബം പോലും വേണ്ട. ആര് കൂടെ ഉണ്ടെങ്കിൽ
എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേണോട്ട്, ഇതിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആത്യന്തികമായി റബ്ബ് കൂടെ ഉണ്ടെങ്കിൽ വേറെ ആരുടെങ്കിലും പിന്തുണ നമുക്ക് വേണോ? അള്ളാഹ് കൂടെ ഇല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിലാണ് മന്ത്രി, അവിടെ ഇരിക്കുള്ളൂ, ഒരു ഗുണവും നിനക്ക് ഉണ്ടാവൂല. വല്ല ഗുണം ഉണ്ടാവോ? അള്ളാഹ് കൂടെയില്ലേ, ആരു കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവാണ്. ഇന്ന മഈ റബ്ബി എന്നുള്ള ബോധമാണ് അവന് വേണ്ടത്. ആ ബോധം ഉണ്ടാകണം. അള്ളാഹു നമുക്ക് അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇന്നു മുതൽ നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ടെൻഷൻ ഫ്രീ ആകാനുള്ള മൂന്നാമത്തെ വിഷയം ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതായത് അജ്ഞതയുടെ അന്ധകാരം. എന്തുട്ടത് അല്ലേ? അജ്ഞതയുടെ അന്ധകാരം, അതായത് വിവരമില്ലാത്ത ഹൃദയത്തിലുണ്ടാകുന്ന ഇരുട്ട്. എങ്ങനെ? വിവരമില്ലാത്ത ഹൃദയത്തിലുണ്ടാകുന്ന ഇരുട്ട്. ആ ഇരുട്ട് ടെൻഷൻ ഉണ്ടാക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. ഉള്ളിൽ ഇരുട്ടാണെങ്കിലും പുറത്ത് ഇരുട്ടാണെങ്കിലും നമുക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടാക്കൂലേ? പെട്ടെന്ന് ഇരുട്ടായി പോയി, മുഴുവൻ പവർ കട്ട് വന്നു. വെളിച്ചം കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു ചെറിയ മൊബൈൽ ലൈറ്റ് കത്തിച്ചാൽ മതി, നമുക്ക് സന്തോഷം തോന്നും. എന്നാൽ ഇരുട്ട് ടെൻഷനാണ്. എന്നാൽ ആ ഉള്ളിലെ ഇരുട്ടിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ, അവന് പിന്നെ സമാധാനം കിട്ടൂല. ആ ഇരുട്ട് മാറാതെ സമാധാനം കിട്ടൂല എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്താ വഴി ആ ഇരുട്ട് മാറ്റാൻ? അല്ലാഹു പറയുന്നുണ്ട്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. ഈ കാഫിറുകളായ മനുഷ്യന്മാരെ അവരോടുള്ള യാത്ര ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യും മക്കളെ, എന്നിട്ട് ലൂത്തിന്റെ സമുദായത്തെ നശിപ്പിച്ചെടുത്ത് നിങ്ങളൊന്ന് ചെല്ല്. ആദ്യ സമൂഹ ഗോത്രത്തിന്റെ അടുത്തൊന്ന് ചെല്ല്. പക്ഷെ പറച്ചോൻ പറയും കാര്യമില്ല. കാരണം ഹൃദയത്തിലെ കണ്ണ് അടഞ്ഞുപോയിരിക്കുന്നു, അവരൊന്നും കാണൂല. അപ്പൊ വെളിച്ചം വേണ്ടത് ഈ കണ്ണിനല്ല. എവിടത്തെ കണ്ണിനാ വെളിച്ചം വേണ്ടത്? അതാണ് അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി വബൈതുഹുൽ മഅമൂറു ഫിൽ ഇൻസാനി. എടോ, ഈ മുഅ്മിനിന്റെ ഖൽബുണ്ടല്ലോ, ഈ ഖൽബാണ് പടച്ചോന്റെ അർശ്. അങ്ങനെ ഒരു ഖൽബായി നോക്കണം. ആ ഖൽബ് പ്രകാശത്താൽ മുഖരിതമായിരിക്കും. അങ്ങനെ ഒരു ഖൽബാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. മനസ്സിലെ ഇരുട്ട് അത് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. അതായത് മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഞാൻ ആരാ? ഞാൻ എവിടെന്നാ വന്നേ? ഞാൻ എന്തിനാ വന്നേ? ഞാൻ എങ്ങോട്ടാ പോകുന്നേ? എൻ്റെ ജീവിതം എന്തിനാ? എൻ്റെ ജീവിതം, ഇതിനുത്തരം കിട്ടാത്ത മനുഷ്യൻ ടെൻഷനിലേ പെട്ടുപോകുള്ളൂ. എൻ്റെ ജീവിതം എന്തിനാ? ഈ ജീവിതത്തിന്റെ ഉത്തരം കിട്ടാത്തവരാണ് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ മുഴുവനും. അങ്ങനെ എൻ്റെ ജീവിതം എന്തിനാണ് എന്ന് തിരിച്ചറിയാത്തവരാണ് ആത്മഹത്യ ചെയ്യുന്ന മുഴുവൻ ആളുകളും. ഇപ്പൊ ഒരാൾ ചിന്തിക്കാണ്, ജീവിതം എന്തിനാ? 10 പൈസ ഉണ്ടാക്കിയിട്ട് അന്തസ്സോടെ അങ്ങനെ ജീവിക്കണം, പൈസ ഉണ്ടാക്കണം. എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സാരമില്ല, പൈസ ഉണ്ടാക്കണം. ലക്ഷ്യം എന്തായി? പൈസയായി. കുറെ നാൾ കഷ്ടപ്പെട്ടു, നല്ല സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, അവന് കോടീശ്വരനായിരുന്നു. പെട്ടെന്നൊരു ദിവസം അള്ളാഹ് എന്ത് ചെയ്തു? പൊട്ടിച്ചു. ഞാനെങ്ങനെ സമ്പത്തില്ലാത്ത ആളുകളുടെ മുഖത്ത് നോക്കും? ഇത്രയും നാള് നാട്ടുപ്രമാണിയായി നടന്നു, ഇത്രയും നാള് വലിയ ഹാജിയാരായി നടന്നു, ഇനി ഒരു പൂച്ചക്കുഞ്ഞു പോലും എന്നെ വില വെക്കൂല. ഇനി ജീവിക്കുന്നതിലും നല്ലത് മരണമാണ്. കാരണം ഇവന്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു? പൈസ. അത് പോയപ്പോ അവൻ ജീവിതം തീർത്തു. വേറെ ചില ആൾക്കാരുണ്ട്, എന്തിനാ ജീവിക്കണേ? അത് മരിക്കണിടത്തോളം അന്തസ്സോടെ ഇവിടെ ജീവിക്കണം, അഭിമാനത്തോടെ ജീവിക്കണം. അവരുടെ ലക്ഷ്യം എന്താണ്? അഭിമാനാണ്. അവർ അഭിമാനത്തിന് വേണ്ടി എന്തും ചെയ്യും. നാട്ടുകാരുടെ മുമ്പിൽ ഈ ചുളിയാത്ത വെള്ളക്കിട്ട് അഭിമാനത്തോടെ നടക്കണം, അത്രയേ ഉള്ളൂ. പെട്ടെന്നൊരു ദിവസം അവനൊരു നാണക്കേട് വന്നു. അവൻ ചെയ്തിട്ടില്ല, തെറ്റല്ല, പക്ഷെ ഏതോ ഒരു പീഡന കേസിൽ അവനെ കുടുക്കി. സഹിക്കാൻ പറ്റുമോ അവന്? അവന്റെ ജീവിത ലക്ഷ്യം തീർന്നു. അവൻ എന്ത് ചെയ്യും? ആത്മഹത്യ. അങ്ങനെ എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കേസും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഏകദേശം. ജീവിത ലക്ഷ്യം എന്താണോ അത് അവസാനിക്കുന്നിടത്ത് മനുഷ്യൻ ഇല്ലാതെയായി പോകുന്നൊരവസ്ഥ. എന്നാ ഒരുത്തനുണ്ട്, അവന്റെ ജീവിത ലക്ഷ്യം എന്താ? അവളെ എങ്ങനെ കെട്ടണം, അവളെ കെട്ടണം. പ്രേമിച്ചു. അവള് പറയുമ്പോഴത്തേക്കും, എടാ എനിക്കൊരു ഐഫോൺ വേണോല്ലേ? മോളൊരു കുടുംബം പണയം വെച്ച് എനിക്ക് മേടിച്ചിരൂടി പുത്തേ. മേടിച്ചു കൊടുത്തു, അവനെല്ലാം കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോ അവള് തേച്ചുകൊണ്ട് പോയി. പാവം, പോയല്ലോ എന്റെ മുത്തു പോയല്ലോ. പിന്നെ നേരെ ആത്മഹത്യ. കാരണം അവന്റെ ലക്ഷ്യം എന്തായിരുന്നു?
പെണ്ണായിരുന്നു. ഇനി ആത്മഹത്യ ചെയ്തില്ലെങ്കിലും സമാധാനം ഉണ്ടാവില്ല. ഒരുത്തൻ ഭയങ്കരമായിട്ട് ഒരു പെൺകുട്ടി എന്ന് വെക്ക, ഒരു പെൺകുട്ടി, അവളോട് വാപ്പ പറഞ്ഞു, മോനെ നീ പ്രേമിക്കണ ചെക്കനുണ്ടല്ലോ നിസ്കാരമൊന്നും ഇല്ലടാ, നല്ല പയ്യനെ വാപ്പ നോക്കിത്തരാം മോന്. ഏയ് എനിക്ക് അവനില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും വാപ്പ, എനിക്ക് വേണം അവനെ. മൂത്താപ്പ് പറഞ്ഞിട്ടും കേട്ടില്ല, കൊച്ചാപ്പ് പറഞ്ഞിട്ടും കേട്ടില്ല, ഹത്തീബ് പറഞ്ഞിട്ടും കേട്ടില്ല, കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടും കേട്ടില്ല, കെട്ടിച്ചു കൊടുത്തു. 6-ാം മാസം പുള്ള പറയും വേണ്ടായിരുന്നു, ഇതിലും നല്ലത് കെട്ടാത്തതായിരുന്നു. ഇവിടെ ആര് വലുതായി? അള്ളാഹു അക്ബറിന് പകരം പെണ്ണ് അല്ലെങ്കിൽ ആണ് അക്ബറായി, ഇല്ലേ? അതായത് എനിക്ക് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സംഗതി നിസ്കാരത്തിൽ ആസ്വദിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ഒന്നുകിൽ പണം അക്ബറായിട്ടുണ്ടാവും, ഒന്നുകിൽ എന്ത് അക്ബറായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കച്ചവടം അക്ബർ, അല്ലെങ്കിൽ കുടുംബം അക്ബർ, അല്ലെങ്കിൽ പെണ്ണ് അക്ബർ. ഇതൊക്കെ അക്ബറായി നിൽക്കുന്നിടത്തോളം അള്ളാഹ് താന്നേ നിൽക്കുള്ളൂ. നമുക്ക് അള്ളാഹു ഉന്നതൻ തന്നെയാണ്, പക്ഷെ എനിക്ക് അള്ളാഹ് വലിയവൻ എന്നാണ് ആ പറയണതിന്റെ അർത്ഥം. അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞിട്ട് വേണ്ട അള്ളാഹ് വലുതാവാൻ. എനിക്കാരാണ് വലുത്? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലുത് എന്റെ നാഥനാണ്. അത് കള്ളത്തരായി പോകുന്നുണ്ട് വായിന്റെ അകത്ത്. ഈ പെണ്ണിനെ പ്രണയിച്ച്, ദീനൊന്നുമില്ലാത്തൊരു പെണ്ണിനെ പ്രണയിച്ച് നടക്കുന്നവൻ, ഇനി ദീനുണ്ടായിക്കോട്ടെ, കല്യാണത്തിന് മുമ്പ് പ്രണയിച്ച് നടക്കുന്നവനാണെങ്കിൽ അവൻ എത്ര നിസ്കരിച്ചാലും അള്ളാഹു അക്ബർ എന്ന് പറയുമെങ്കിലും അവന്റെ ഉള്ളിൽ ആരാണ് അക്ബർ? പെണ്ണാണ്. അള്ളാഹ് അക്ബറാകാത്തിടത്തോളം ജീവിത ലക്ഷ്യം ഇടക്ക് വെച്ച് മുറിഞ്ഞു പോകും. ഷഫീഉനാ റസൂലുള്ളാഹ് ഹദീസിൽ നിന്ന് വ്യക്തം. അപ്പൊ ഗൗരവപരമായി നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകണം? 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 പഠിക്കണ്ടേ? നമുക്ക് വേണോ വേണ്ടേ? ഖൽബിനകത്ത് ഇരുട്ടുമാറാനായിട്ട് അറിവ് വേണം. എന്ത് വേണം? ഏതറിവ്? അത് ഞാൻ പറഞ്ഞുതരാം. മനുഷ്യന്റെ അറിവ് പരിമിതമാണ്, അല്ലേ? ഇപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? മരുന്ന് എഴുതി തരും. സർജൻ ആണെങ്കിൽ അവയവങ്ങളൊക്കെ മാറ്റിവെക്കാൻ അയാൾ ഉഷാറായിരിക്കും, അല്ലേ? അയാളോട് പറയാം, ഡോക്ടറെ എന്റെ വീടിനൊരു പ്ലാൻ വരച്ചേ. ഇടർക്കാൻ ഞാൻ ഡോക്ടറാണ്, നീ വല്ല എഞ്ചിനീയർ എടുത്തും പോടാ. അയാൾക്ക് പ്ലാൻ വരക്കാൻ അറിയില്ല. എഞ്ചിനീയറിന്റെ അടുക്കൽ ചെന്നു. എഞ്ചിനീയർ ഇങ്ങനെ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കണതിനിടയിൽ പറഞ്ഞു, അതെ എഞ്ചിനീയർ, നമ്മുടെ ആ ഖുർആനിലെ 107-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ തഫ്സീർ റാസിയിൽ പറഞ്ഞിട്ടുള്ള ഇത് മൊയിലിയാരുടെ അടുത്തല്ല വന്നേക്കണം, എഞ്ചിനീയറുടെ അടുത്താണ്. അപ്പൊ നേരെ ഉസ്താദിന്റെ അടുത്ത് വന്നു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉസ്താദെ അതിന്റെ തഫ്സീർ ഇങ്ങനെ പറയുന്ന അടുക്ക്, ഉസ്താദ് എന്റെ വീട്ടിൽ കുറച്ച് തെങ്ങുണ്ടൊന്ന് കയറൂ. അതുപോലെ തെങ്ങേറ്റക്കാരൻ്റെ അടുത്തോട്ടും പോടാ. അതായത് ഓരോരുത്തരുടെയും അറിവ് പരിമിതമാണ്. എല്ലാം അറിയുന്ന മനുഷ്യരുണ്ടോ? ഇനി മനുഷ്യന്മാർ, ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ കൂടെ ചേർന്നു, അവർക്ക് എന്തറിവുള്ളത്? ഈ ലോകത്തിന്റെ ഏതൊരു മൂലയിൽ ഒരു പൊടി പോലെ നിൽക്കുന്ന ഒരു ഗോളമാണ് ഏത്? ഈ ഭൂമി. അവൻ ഇതിനപ്പുറത്തേക്കുള്ളത് എന്തറിയാം? അവനിനി ചന്ദ്രയാനിലൂടെ ചന്ദ്രനിൽ എത്തി എന്ന് പറഞ്ഞാലും അതിന്റെ അപ്പുറത്തും അള്ളാന്റെ ലോകം വിശാലാണ്. ചന്ദ്രൻ ഇവിടെ നമ്മൾ കാണുമല്ലേ, അതിനൊക്കെ അപ്പുറത്തും അള്ളാഹുവിന്റെ ലോകം വിശാലമാണ്. അവനൊന്നും അറിയാൻ പാടില്ല. അവന് ഒന്നും അറിയാൻ പാടില്ല. ഒരു കടലിന്റെ ഓരത്ത് കക്ക പെറുക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിന് എനിക്ക് കടലിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ വല്ലതും അറിയാവോ കുട്ടിക്ക്? കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് ആ കുട്ടിക്ക് എന്തറിയാം? വല്ലതും അറിയാൻ പറ്റും? ഇതേ അവസ്ഥയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെത്. അപ്പോ നമ്മുടെ കൽബിലെ ഈ ഇരുട്ടുമാറാൻ നമുക്ക് എന്ത് വേണം? 3 പ്രകാശം വേണം. എന്തൊക്കെ വേണം? 3 ബന്ധങ്ങൾ. 1 അള്ളാഹുവുമായിട്ട് ബന്ധം വേണം. ആരായിട്ട് ബന്ധം വേണം? 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് ബന്ധം വേണം. 3 ഖുർആനുമായിട്ട് ബന്ധം വേണം. ഇത് 3ഉം പ്രകാശങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ടിനെ നീക്കിക്കളയുന്ന പ്രകാശങ്ങളാണ്. സൂറത്ത് നൂറിൽ അല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. അല്ലാഹ് ആകാശഭൂമികളുടെ പ്രകാശമാണ്. ആ പ്രകാശം കൽബിലേക്ക് വന്നാൽ ഹൃദയം ഇരുട്ട് നീങ്ങി പ്രകാശമാകും, അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട്, സിറാജം മുനീറാ. കത്തിയിരിക്കുന്ന പ്രോജ്വലിക്കുന്ന വിളക്കാണ് ആര്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അതും പ്രകാശം. ഖുർആനെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട്, കിതാബു വനൂർ. ഇത് അള്ളാന്റെ കിതാബുമാണ്, പ്രകാശവുമാണ്. ഈ പ്രകാശം, ഈ 3 പ്രകാശങ്ങളെയും ഒരാൾ കൽബിലേക്ക് കയറ്റിയാൽ അവന് ടെൻഷൻ ഒരിക്കലും ഉണ്ടാവൂല. അതിപ്പോ എങ്ങനെ ചെയ്യാ?
അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. ഈ മുഅ്മിനീങ്ങളുടെ സഹായിയാണ് പടച്ചോൻ. മുഅ്മിനീങ്ങളുടെ സഹായം. അവരുടെ ഹൃദയത്തിനകത്തെ ഇരുട്ടവൻ മാറ്റിയിട്ട് വെളിച്ചമാക്കി തരും. അപ്പൊ ഈ ഇരുട്ട് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? ആര് മാറ്റണം? അല്ലാഹ് മാറ്റണം. എന്നാൽ കാഫിറുകളായ ആളുകൾ, ഏത് കാഫിറുകൾ? നമ്മളിൽ പല ആളുകളും കാഫിറുകളാണ്. ഏതർത്ഥത്തിൽ? ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വല്ലദീന കഫറു. ഈ കള്ള കാഫിറുകൾ ഉണ്ടല്ലോ, അവരുടെ സഹായി പടച്ചോനല്ല, അവരുടെ സഹായി താഊത്ത്, ശൈത്വാനാണ്. അവൻ വെളിച്ചത്തിൽ നിന്ന് അവരെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകും. അത് ചിലപ്പോ മനുഷ്യനാകാം, ചിലപ്പോ ജിന്നാകാം. ആ താഊത്തെ മനുഷ്യനാകാം, ജിന്നാകാം, ചിലപ്പോ ആശയങ്ങളാകാം. നിരീശ്വരവാദം അവൻ ഇരുട്ടിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന വസ്തുക്കൾ, എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പണമാണ്, അള്ളാനേക്കാൾ മികച്ചു നിൽക്കുന്നത് സമ്പത്താണെങ്കിൽ ആ പണം എന്നെ കൂടെ കൊണ്ടുപോകുള്ളൂ, ഇരുട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ. എന്നാൽ അള്ളാഹ് മികച്ചു നിന്നു, അള്ളാഹ്ക്ക് വേണ്ടിയാണ് പണസമ്പാദനമെങ്കിൽ ആ പണം എന്നെ കൂടെ കൊണ്ടുപോവാ, വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവാ. അപ്പൊ കൊണ്ടുപോകുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ വെളിച്ചമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പറയുന്നുണ്ട്, വമല്ലം യജ്അലില്ലാഹു ലഹു നൂറാ ഫമാ ലഹു മിൻ നൂർ. പടച്ചോൻ വെളിച്ചം തന്നിട്ടില്ലേ, അവനൊരിക്കലും വെളിച്ചം കിട്ടൂല. പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ വെളിച്ചം കിട്ടണം. എന്ത് കിട്ടണം? പറഞ്ഞില്ല. അതിന് അറിവ് വേണം. ഏതറിവ്? അൽ ഇൽമു നൂറുൻ. അറിവെന്താണ്? അള്ളാന്റെ പ്രകാശാണ്. ഏതറിവ്? എല്ലാ അറിവും അല്ല. ചില സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിനും നമുക്കുമിടയിൽ മറയിടുന്ന ചില സംഗതികളുണ്ട്. അതിലൊന്ന് കാമവികാരമാണ്, ഒന്ന് അഹങ്കാരമാണ്. ഇങ്ങനെയുള്ള വികാരങ്ങൾ, അതോടൊപ്പം അറിവും അള്ളാഹ്ക്കും നമുക്കിടയിൽ മറയിടും. അങ്ങനെ ചില അറിവുണ്ട്. അതേതറിവാ? ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഞാൻ ഈ പഠിച്ചതാണ് ഇസ്ലാം, ഇതിനപ്പുറം ഒരു ഇസ്ലാം ഇല്ല. ഞാൻ പഠിച്ച സംഗതി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇസ്ലാം എന്നവന്റെ കൽവിൽ ഒരു വെളിച്ചം അതുകൊണ്ട് കിട്ടിയിട്ടില്ല. ഈ അറിവ് അള്ളാഹുവിനും അവനുമിടയിൽ മറയുണ്ടാക്കും അത്രേ. അവൻ അള്ളാഹനെ കാണാൻ പറ്റൂല. അവൻ തലകുത്തി മറിയുന്നുണ്ട്. ചിലപ്പോ അവൻ എത്രയോ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, അവൻ വാരിക്കോരി സകാത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ കൽബിനകത്തവനെ അള്ളാഹനെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ അറിവ് അവന്റെ ഹൃദയത്തിൽ മറയിട്ടു, അവന് പടച്ചോനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ യഥാർത്ഥ ഇൽമ് കിട്ടണം. അതെവിടെ നിന്ന് കിട്ടും? എന്താണ് ആ ഇൽമ്? ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എന്തിനു വന്നു? ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടിയാൽ അള്ളാഹു അവന്റെ കൽബിലെ ഇരുട്ട് നീക്കി വെളിച്ചമാക്കി തരും. അതിനെന്താ വഴി? എന്താ? അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. അള്ളാഹുമായിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. പരിശുദ്ധ ഖുർആനുമായിട്ട്. എന്റെ പൊന്നുസ്താദേ, ഞാൻ 30 കൊല്ലമായി ഖുർആനായിട്ട് ബന്ധം തുടങ്ങിയിട്ട്. ഞാൻ ഡെയിലി ഒരു ജ്യൂസ് ഓതും. ജ്യൂസ് അല്ലട്ടോ, ഒരു ജ്യൂസൊക്കെ ഓതിക്കളയും. അങ്ങനെ പറയാ. പിന്നെയോ, ഞാൻ പരിഭാഷ എടുത്ത് വെച്ചിട്ട് ഭയങ്കര, ഞാൻ അർത്ഥം അറിയാണ്ട് ഒരു സംഗതി ഓതാറില്ല. എന്നിട്ടൊന്നുമില്ല, അത്ര ഉണ്ടാവുള്ളൂ. ഇതൊന്നുമല്ല പറഞ്ഞത്. അതുകൊണ്ട് ഓതണ്ട, പരിഭാഷ അർത്ഥം അറിയണ്ടെന്നൊന്നും അല്ലട്ടോ ഈ പറയണത്. അതുകൊണ്ട് മാത്രം കൽബിനകത്തെ കറ നീങ്ങൂല. ഖുർആനെ കുറിച്ച് അള്ളാന്റെ ഹബീബ് ഖുർആനിലൂടെ തന്നെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് ഹബ്ലുൻ മംദൂദ്, അള്ളാഹുവിൽ നിന്നുള്ള കയറാണ്. അള്ളാഹുവിൽ നിന്നുള്ള, ഇന്നാണ് ഖുർആൻ ഇറങ്ങിയതെങ്കിൽ കയറ് എന്നുള്ള പ്രയോഗം മാറ്റിയിട്ട് അള്ളാഹുവിൽ നിന്ന് അടിമകളിലേക്കുള്ള നെറ്റ്വർക്കാണെന്ന് പറഞ്ഞേനെ. സാഹചര്യം അന്ന് അവർക്ക് കയറി അറിയാൻ പാടുള്ളൂ. അപ്പൊ കയറിലൂടെ പിടിച്ച് ആരിലേക്ക് കയറണം? അതെങ്ങനെയാണ് ഖുർആൻ ഉപകരിക്കുക? അതിപ്പോ എങ്ങനെയാ? അത് നമുക്ക് അടുത്ത ആഴ്ച മുതൽ ചർച്ച ചെയ്യാം. പോരെ? ഒരു സംഗതി അവിടെ നോട്ടെ. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നത്തെ ചീരണി ഏറ്റെടുത്തവർ, അവരിൽ നിന്ന് വിട പറഞ്ഞ സഹോദരൻ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും പറയണത് പോലെ ഇതൊരു സാധാരണ ക്ലാസ് അല്ല. ഇത് നമ്മൾ വെറുതെ കേട്ടുപോകേണ്ട സംഗതിയല്ല. നമ്മുടെ ജീവിത ലക്ഷ്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഏത് സംഘടനയാണെങ്കിലും ഒരു സംഘടനക്കാരൻ നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാവില്ല. അത് ഈ ആരെയാണെങ്കിലും. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നിങ്ങൾ ഏത് സംഘടനയായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ഇവിടെ മുസ്ലിം ഉമ്മത്ത് മുസ്ലിം ഇവിടെ ജനിച്ചത് എന്തിനാണെന്ന് അറിയണം. ഓരോ മനുഷ്യന്റെയും
ജനന ലക്ഷ്യം എന്താണെന്നറിയണം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വിഷയം നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാലും കിട്ടൂല, എവിടെ തപ്പിയാലും കിട്ടൂല. അത് സ്വാലിഹീങ്ങളിൽ നിന്ന് തന്നെ പഠിക്കണം. അപ്പൊ ചോദിക്കും മൊയ്ലിയാർ സ്വാലിഹാണ്. ഞാൻ സ്വാലിഹല്ല, ഞാൻ സ്വാലിഹീങ്ങളിൽ നിന്ന് പഠിച്ച കാര്യം നിങ്ങളിലേക്ക് പകർന്നു തരുന്ന ഒരു എളിയ ഹാദിമ മാത്രമാണ്. അതുകൊണ്ട് ഈ ഇൽമ് കിട്ടിയാൽ നമുക്കിവിടെ ഇവിടം സ്വർഗാക്കാം. നാളെ പരലോകത്ത് എന്തായാലും സ്വർഗം. ഇല്ലെങ്കിൽ ടെൻഷനും ഈ നിസ്കാരം കൊണ്ടൊരു സുഖം കിട്ടാതെ നമ്മൾ അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്ന, അള്ളാഹിനെ ആസ്വദിക്കാത്ത ധിക്കാരികളായി പോകും. അപ്പൊ നമുക്കങ്ങനെയല്ല, നമുക്ക് അള്ളാഹിന്റെ അടിമയായി മാറണം. ആരായി മാറണം? അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ എല്ലാവർക്കും സംഗതി പിടികിട്ടിയില്ലേ? ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. ഈ സംഗതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെടുന്നേ, നമ്മുടെ ജീവിതമൊക്കെ തകർന്നു പോവും. ആത്മഹത്യയെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിച്ചു പോവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു സഹോദരൻ വന്ന് അദ്ദേഹത്തിൻ്റെ മാതാവ് നമ്മുടെ നിരന്തരം അവരുടെ കുടുംബം മുഴുവൻ നമ്മുടെ സ്വഭാവുൽ ഖൈർ കാണുന്നവരാണ്, നമ്മുടെ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. ആ ഉമ്മ ഹൃദയത്തിന് വാൽവുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്, സർജറിയാണ് വരുന്ന 4-ാം തീയതി. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ പ്രിയപ്പെട്ട മാതാവിന് പരിപൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അങ്ങനെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ, സങ്കടങ്ങളൊക്കെ അള്ളാഹ് തീർത്തു കൊടുക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തിൻ്റെ പേരെന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഖസ്വ എന്നാണ് ആ ഒട്ടകത്തിൻ്റെ പേര്. ഇന്നത്തെ വളരെ സിമ്പിളായൊരു ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള അല്ലേ, അബ്ദുള്ള എന്നവരുടെ ഉമ്മയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുമല്ലോ. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തവരുണ്ട്, മനസ്സിൽ സങ്കടങ്ങൾ വെച്ചുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. അപ്പോൾ സമയം വൈകിയതുകൊണ്ട് വിശാലമായിട്ട് നമുക്ക് നമ്മുടെ 7 മണിക്കുള്ള മജ്ലിസിൽ ദ്വാരക്കണം. തിങ്കളാഴ്ച രാവാണ്, മുടക്കരുത് കേട്ടോ. കൃത്യമായിട്ട് പങ്കെടുക്കണം. എന്തെല്ലാം പ്രയാസം നമ്മുടെ മനസ്സിലുണ്ടോ, കരുണക്കടലായ തമ്പുരാൻ അതൊക്കെ നീക്കി തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.